വാസു വയസ്സാം കാലത്ത് പണിക്കച്ചനും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ പുഴക്കരയിൽ ഒരു തുള്ളി ചോര ചെയ്യാൻ പാടില്ലെന്നാണ് നിശ്ചയം. അങ്ങാടി തോറ്റതിന് അമ്മയുടെ മേലൊന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കുട്ടി അവരോട് തോറ്റുമില്ല. എന്തിനാ മോളെ വേണ്ടാത്ത പഠിച്ചത്? നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്താൽ ചിലപ്പോ നടക്കും. ഫൈറ്റ് ചെയ്യാൻ അതിനെന്താ ഇവിടെ യുദ്ധം നടക്കണേ? മോളുടെ പ്രശ്നം ഇടക്കിടക്ക് ഇങ്ങനെ ഇരിക്കും, ഊണ് ഉറക്കം ഒന്നുമില്ല. ഇതുപോലെ ഇടക്കിടക്ക് ഇങ്ങനെ ചിരിക്കണ കാണാം. Typical symptom. I think he is in love. അതിനിപ്പോ എന്താണ്ടായേ? എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എനിക്ക് മനസ്സിലായി. അവളാ ചുണ്ടിരിക്കണ നായർക്കൊരു വിളിയെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. എന്റെ ദൈവമേ, സുലോചനെ ചുരുക്കാങ്ങളോട് ആരാ പറഞ്ഞേ? അതിപ്പോ നമ്പീശം 10 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, ഞങ്ങൾ കണ്ടു പരിചയിച്ചു. അപ്പൊ ഞാൻ ഒന്ന് രസത്തിന് ചുരുക്കിയതാ. അപ്പൊ ഞാനും ചുരുങ്ങി, പിന്നെ അങ്ങ് മെലിഞ്ഞു. ഇനി നിരങ്ങും തെരുവില്. പണ്ടാരോ പറഞ്ഞതുപോലെ ആയില്ലോ അത്. എന്തും പറയാം വഷളാ, എന്തും പറയാം വഷളാന്നായല്ലോ. എന്റെ ദൈവമേ, എന്താ കുട്ടിയുടെ സ്വഭാവം? നല്ല പെരുമാറ്റൊക്കെയാ, ഒരു ചീത്ത സ്വഭാവം ഇല്ല കേട്ടോ. ദേ, ഞാൻ മോളുടെ കാര്യം പറയണേ. ഞാൻ മോളുടെ അമ്മയുടെ കാര്യമാണ് പറയുന്നത്. അവരുമായിട്ടൊരു ബന്ധം വെക്കുന്ന കാര്യമാണ് ഞാൻ പറയണേ. നമ്പീശ വന്നോ? എന്താ അത്ര വേവലാതി? സന്താന ഗോപാലത്തിലെ ബ്രാഹ്മണന്റെ എന്ത് അച്ചാലും വെച്ചാലും നടക്കാൻ തുടങ്ങിട്ട് പറയാൻ നേരെ. തനിക്ക് അറിയില്ല, ശരിക്കും അറിയില്ല. നമ്പീശ പോയി സാധിച്ചിട്ട് വരിക. എന്ത് ഇത്? അയ്യേ, അതല്ല, ഒരു സിഗരറ്റ്. അംബീഷ, 1 മണിക്കൂറായി ഞാൻ വലിച്ചിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് അല്പം കൂടി പോയി. വയറിന്റെ അടിയിലെ ഒരു മൂളിച്ച. അതെ, ഒരു ദിവസം 4 എണ്ണ അതന്നെ അധിക. കസ്തൂരിക തോഹളശ്രീ ഹിമാംബുകും വീക്ഷിച്ചാമ്യാന പ്രാഞ്ചദിനോ മലാണ്ട. ഗുഡ് മോർണിംഗ്. ഞാനേ ചന്ദ്രന്റെ അഭിപ്രായം കേൾക്കായിരുന്നു. സുധിമോളുടെ കല്യാണത്തെ സംബന്ധിച്ച് എല്ലാ തീരുമാനവും എനിക്ക് വിട്ടു തന്നിരിക്കുന്നു. നീ ഇതൊക്കെ ചന്ദ്രശേഖരനോട് ചോദിക്കോ? നിന്റെ കെട്ടിയോ, അതായത് എന്റെ അളിയൻ മാധവേട്ടനെ ഒന്ന് നന്നാക്കി എടുക്കാൻ, അതിനല്ലേ പണപ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. അല്ലാതെ എന്താ പറയാ? നിത്യവൃത്തിക്ക് ഗതികേടുന്ന പാവങ്ങൾക്ക് പണം കടം കൊടുത്ത് പലിശയും കൊള്ളപ്പലിശയും കൂട്ടുപലിശയും എല്ലാം ചേർന്ന് കണക്കുണ്ടാക്കി തിരിച്ചടവ് മുട്ടുമ്പോ അവരുടെ വീടും പുരയിടും ഒക്കെ ജപ്തി ചെയ്യിപ്പിച്ചുണ്ടാക്കുന്നതാ ഈ പണമൊക്കെ. ഇത് വളരെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വായിക്കാം. കൊല്ലവർഷം 1180 മകരം 13 ആയില്യം നാളിൽ നരക ചതുർദശിക്ക് പകൽ 11 വിനാഴിക കഴിഞ്ഞ് ഒരു മാത്ര പിന്നിടുമ്പോൾ ഹൃദയം വിഘടിത ഫലം മൃത്യു. അതായത് ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് മരിച്ചേ ഒക്കൂ എന്ന് മലയാളം. ഇവരാരും മാധവേട്ടൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അംഗീകരിക്കില്ല. നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ ഉണ്ട് എന്ന് മറ്റുള്ളവർ അംഗീകരിക്കണം. അവിടെയാ കാര്യം.